ഇന്ന് ലോകമെമ്പാടുമുള്ള ജിമ്മുകളിലെയും വീടുകളിലെയും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യായാമ ഉപകരണമാണ്. എന്നാൽ ഇതിനു പിന്നിൽ ഒരു ഇരുണ്ട ഭൂതകാലമുണ്ട്. 1818-ൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ സർ വില്യം ക്യൂബിറ്റാണ് ട്രെഡ്മിൽ കണ്ടുപിടിച്ചത്. തടവുകാരെ കഠിനാധ്വാനം ചെയ്യിക്കാനും അതുവഴി അവരെ നന്നാക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ശിക്ഷാ ഉപകരണമായിരുന്നു അത്. ഒരു വലിയ ചക്രത്തിന്റെ രൂപമായിരുന്നു ആദ്യകാല ട്രെഡ്മിലിന്. ചക്രത്തിൽ തടവുകാർ കയറി നടക്കുമ്പോൾ അത് കറങ്ങുകയും അതുവഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ ഊർജ്ജം ധാന്യം പൊടിക്കാനും വെള്ളം പമ്പ് ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. മണിക്കൂറുകളോളം ഈ ചക്രത്തിൽ നടക്കുക എന്നത് തടവുകാർക്ക് കഠിനമായ ശിക്ഷയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ട്രെഡ്മിൽ ജയിലുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഇത് വ്യായാമത്തിനായി ഉപയോഗിക്കാമെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ആധുനിക ട്രെഡ്മിൽ രൂപം കൊള്ളുന്നത്. ഇന്ന് ട്രെഡ്മിൽ ഓടാനും നടക്കാനുമെല്ലാം ഉപയോഗിക്കുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനുമെല്ലാം ഇത് സഹായിക്കുന്നു. പണ്ട് ശിക്ഷാ ഉപകരണമായിരുന്ന ട്രെഡ്മിൽ ഇന്ന് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി.